നമ്മൾ എങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മിക്സിയുടെ ജാറിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ തൈര് എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരും എടുക്കരുത്, അതേപോലെ ഒരുപാട് പുളിയുള്ള തൈരും എടുക്കരുത്. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന തൈര് വേണം എടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഉടച്ചെടുത്ത തൈര് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിരിക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2-3 കറിവേപ്പില, അതേപോലെ 2 ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അതേപോലെ തേങ്ങയുടെ തരിതരിപ്പ് ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇത് നമുക്ക് നേരത്തെ ഉടച്ചു വെച്ച തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ വേണ്ടവർ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. ലൂസായിട്ടാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്താൽ മതി, അല്ലാതെ തിളപ്പിച്ചെടുക്കുകയും ചെയ്യരുത്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടായോ ഇല്ലയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കയ്യിലിങ്ങനെ തൊട്ട് നോക്കിയൊന്നും വേണ്ട. അതിനൊരു ട്രിക്കുണ്ട്. നമ്മൾ തവിയിലൊന്ന് നോക്കിയാൽ മതി. തവിയിൽ നല്ലതുപോലെ ആവി പറക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് നിർത്താവുന്നതാണ്. ചിലവർക്ക് ഡൗട്ടല്ലേ എപ്പോഴും ചൂടായ എങ്ങനെ അറിയുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ തവിയിലേക്കൊന്ന് നോക്കിയാൽ മതി. ഇതിപ്പോൾ കാണാൻ പറ്റില്ല ഇതിനകത്ത്, പക്ഷെ നമ്മൾ തവിയിലേക്ക് നോക്കുമ്പോൾ നല്ലതുപോലെ ആവി പറക്കുന്ന സമയത്ത് നമുക്കങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും തിളപ്പിക്കരുത്. ഇനി നമുക്കിതിലേക്ക് കടുകും മുളകും വറുത്തിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.